അതാണോ മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം. നമ്മുടെ തെറ്റിപ്പോയല്ലോ. പാർട്ടിസിപ്പിൾ തന്നെ ഉപയോഗിക്കണം. തെറ്റിയല്ലോ. സിമ്പിൾ പ്രസന്റിലൊന്നും സംസാരിക്കണം. ആരെങ്കിലും ഒരാൾ കേരളത്തെ പറ്റി നല്ലത് പറഞ്ഞോ പിന്നെ അതിനടിയിൽ 100 ആൾക്കാർ വരും. അങ്ങനെയല്ല, കേരളം അങ്ങനെയല്ല എന്ന് വാദിക്കാൻ അത് അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ ഭയങ്കര മടിയാ. കുശുമ്പാണ്, ആരാധനയൊന്നും തോന്നുന്നു. മലയാളികൾ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുമ്പോഴേ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലേ മറ്റേ ഇമേജിന്റെ ആശുപത്രിയിൽ ഒറ്റയ്ക്കാണ് കൂട്ടിരിക്കാൻ വരാമെന്നുള്ള വീഡിയോയുടെ താഴെ പോയിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ വേഗം ലൊക്കേഷൻ പറയും. അങ്ങോട്ട് മതി മതി ഇത് കണ്ടിട്ട് ജിൻസി കൊള്ളാലോ എന്ന് പറയും എന്ന് ഞാൻ വിചാരിച്ചു തന്നെ ഇടുന്നു. അയ്യാ ജിൻസി എന്തൊരു ഷർട്ട് ഇത് നിങ്ങൾ. അത് പറഞ്ഞു കൊടുക്കാൻ ചില മലയാളികൾ വരും. പൊട്ട നീ പറയല്ലത്. അപ്പൊ അതിന് താഴെ വേറെ ഒരുത്തൻ അത് നീ എനിക്ക് അറിയാം റീച്ച് കൂട്ടാൻ. പിന്നെ നീ എന്തിനീ കമന്റ് ഇട്ടു? ഹംസക്കോയ 53 വയസ്സ് അല്ലെ, മുരളീധരൻ നായർ 63 വയസ്സ്, ഇവരൊക്കെയാണ് ഉണ്ടാവുക. പണ്ട് ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇവിടെ വന്ന് കൊള്ളയടിച്ചിട്ട് പോയി. ഇപ്പൊ അവരെന്ത് ചെയ്യുന്നു? റിയാക്ഷൻ വീഡിയോ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊള്ളയടിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി MALLU മല്ലൂസിനെ കുറിച്ചാണ്. നമ്മൾ ഭയങ്കര പ്രൈഡായിട്ട് പറയും മലയാളി പൊളിയല്ലേ എന്ന്. പക്ഷെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ മലയാളികളെ പറയിപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞൊരു കമൻറ്റും വരാറുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് മലയാളി എത്ര പൊളിയാണോ? സോഷ്യൽ മീഡിയയിൽ മലയാളി ഭയങ്കര പൊളിയാ, അതെനിക്കറിയാം. സോഷ്യൽ മീഡിയയിൽ മലയാളി ഭയങ്കര യുണൈറ്റഡ് ആണ്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കുന്നത്. അതായത് കേരളത്തിനെതിരെ മലയാളിക്കെതിരെ ഒരു ആക്രമണം വരുമ്പോൾ മലയാളി പൊളിയായിട്ട് ഒറ്റക്കെട്ടായിട്ടൊക്കെ നിൽക്കാറുണ്ട്. അല്ലെങ്കിൽ മലയാളിയുടെ ഓരോ സവിശേഷത എടുത്ത് പറഞ്ഞു നോക്കിയാൽ അത്ര പൊളിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത്ര പൊളിയല്ലാത്ത ഏത് സവിശേഷതകൾ? കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു മലയാളി ഗ്രൂപ്പിനകത്ത് അവർ പുറത്തുനിന്ന് ഒരു അറ്റാക്ക് നേരിടുമ്പോൾ എനിക്ക് തോന്നുന്നു ദിൽ യുണൈറ്റ്. അല്ലാത്ത സ്ഥിതിക്ക് പഴയ ക്രാപ്പ് മെൻറ്റാലിറ്റി ഇപ്പോഴും ഉണ്ട്, പിടിച്ച് താഴെ ഇടുന്നത്. അങ്ങനെ ഇപ്പം നീ എങ്ങനെ മേളിൽ കയറി പോകണ്ട എന്ന് പറയുന്ന മെൻറ്റാലിറ്റി മലയാളിക്ക് ഇപ്പോഴും ഉണ്ട്. മലയാളികൾക്ക് അങ്ങനെ ഒരു ഐഡന്റിറ്റി പ്രൈഡ് ഒക്കെ ഉണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ മലയാളികളാണ്. ഏറ്റവും തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമായിട്ടൊരു മല്ലു ആന്തം ഇറക്കുന്ന ഒരു വിഭാഗം വേറെ ഏതാ ഉള്ളത്? എനിക്ക് അങ്ങനെ ചിലപ്പോൾ കുറച്ച് അത് ചിലപ്പോൾ ഒരു കൈൻഡ് ഓഫ് സവർണ ഈഗോ ഇല്ലേ, ഞങ്ങൾ കുറച്ച് ഈ രാജ്യത്തെ കുറച്ച് കൂടിയ ആൾക്കാരെന്ന് ആ സംഗതി ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിനപ്പുറത്തേക്ക് ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ പോയ തമിഴൻ എന്ന് പറഞ്ഞൊരു വികാരമുണ്ട്. അത്ര ഒരു രൂക്ഷമായ വികാരം ഇല്ലെങ്കിൽ പുറത്തു പോയ വേറെ ആർ യു ഫ്രം എന്ന് ചോദിക്കുമ്പോൾ ഐ എം ഫ്രം കേരള എന്നാണ്, ഐ എം ഫ്രം ഇന്ത്യ എന്നല്ല പറയാറ്. അതിനപ്പുറത്തേക്ക് മലയാളിക്ക് ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൽ ഇന്ത്യയിലെ വേറെ പലയിടത്തുള്ള ഈ പ്രാദേശിക ദേശീയതയും അതിനോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരുതരം ഇമോഷണൽ കണക്റ്റും ഉണ്ടല്ലോ, അതൊന്നും മലയാളിക്കില്ല. മലയാളി കേരളം വിട്ട് ജർമ്മനി എത്തുന്ന ജർമ്മനിക്കാരനാണ്. മലയാളിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കമന്റാണ് നിങ്ങൾ ദുബായി ചെന്നോ, ദുബായിക്കാരനാണ്. ഇവിടുന്ന് ദുബായി ചെന്നിട്ടുള്ള ആൾക്കാരെ പോയി കണ്ടു. അത് മലയാളിയുടെ ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയാണ്, ഓരോ സാഹചര്യത്തിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള മലയാളിയുടെ ക്വാളിറ്റിയാണ്. അതാണ് മലയാളിനെ ഇത്രയും വലിയ രീതിയിൽ പല രാജ്യങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതൊരു മോശം ട്രേറ്റ് ആയിട്ടല്ല കാണുന്നത്. മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ മോശമെന്നല്ല. പക്ഷെ എന്ന് കരുതി മലയാളിയോട് സ്നേഹമില്ല, കേരളത്തോട് സ്നേഹമില്ല. മലയാളി ഐഡന്റിറ്റിയോട് ഭയങ്കരമായ പ്രൈഡ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞത് കാരണം ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് ഒരാൾ കേരളത്തിൽ വരാണെന്നിരിക്കട്ടെ, മലയാളി എപ്പോഴും അയാളുടെ ഭാഷ സംസാരിക്കാൻ ശ്രമിക്കും. അവർ പറയുന്നത് കേട്ട് അതിനോട് അങ്ങനെ തന്നെ റിയാക്ട് ചെയ്യാൻ നോക്കും. അവരോട് മലയാളം പറഞ്ഞ് അവരെ വെറുപ്പിക്കാൻ നോക്കില്ല. അതൊരു നല്ല സിവിക് സെൻസ് ആയിട്ട് എനിക്ക് കളിയാക്കാറില്ലേ? അത് മാറി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കുക, ഇപ്പം ഹിന്ദി കുറച്ചെങ്കിലും പറയാത്ത ആളുകൾ കേരളത്തിലില്ല. കാരണം ഈ നോർത്ത് ഇന്ത്യൻസുമായിട്ടുള്ള സ്വഭാവം മൂലം ഹിന്ദി ഒരു അനിവാര്യ ഘടകമായിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഏതെങ്കിലും ഭാഷ പറഞ്ഞാൽ അവരുടെ ആ ഭാഷയെ തന്നെ സംസാരിക്കാൻ ശ്രമിക്കും. ജിൻസി പറഞ്ഞു അപ്പൊ അഡാപ്റ്റ് ചെയ്യാനുള്ള ഈഗോ ഇഷ്യൂ ഒന്നുമില്ല. നിങ്ങൾ ബംഗാളിയാ പറഞ്ഞ് ബംഗാളി പറയാൻ ശ്രമിക്കും. പക്ഷെ എപ്പോഴും മറ്റേ സാധനം കയ്യിലുണ്ട്. ഞങ്ങളാ ടോപ്പ് ബായ്മാർ, അത് ബായ്മാര് ഉണ്ടാക്കിയ പ്രശ്നമാണ്, പാണ്ടിക്കാരുണ്ടാക്കിയ പ്രശ്നമാണ്, അവരാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ഞങ്ങൾ ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റേറ്റ് ആണ്, അവിടെ ഞങ്ങൾ 100% ലിറ്ററസി ഉള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരു ഉപരിബോധം മലയാളിക്കുണ്ട്. അല്ലാതെ ഏത് ക്രൈസിസിലും ലോകത്തെവിടെ പോയാലും നാം മലയാളി എന്നൊന്നും അങ്ങനെയില്ല. പക്ഷെ അത് സോഷ്യൽ മീഡിയ ഗീഡായിട്ട് കുറെ ഉണ്ടാക്കാൻ ശ്രമിക്കും. മലയാളികളെ കുറിച്ചുള്ള മറ്റേ സംഗതിയില്ല, വലിച്ച് താഴെയിടാൻ ശ്രമിക്കുന്നവർ. എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനത്തെ എക്സാമ്പിൾസ് കണ്ടില്ല കേട്ടോ. അങ്ങനെ ശ്രമിക്കുന്നുണ്ടോ മലയാളികൾ? ഏറ്റവും വലിയ എക്സാമ്പിൾസ് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ കാണാം. എല്ലാരും കയറ്റി വിടുന്നതും മലയാളി, അതുപോലെ തന്നെ വലിച്ചു താഴെ ഇടുന്നതും മലയാളി. കരിയറിലാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. എനിക്കത് അനുഭവം ഉണ്ടെന്ന് വെച്ചപ്പോൾ നമ്മൾ ഒരു വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ള മലയാളികൾ ഒരുമിച്ച് താമസിക്കാന്ന് കേട്ടോ. ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ കരിയറിൽ അവർ വൻതോതിൽ പാര വയ്ക്കും. എന്നാൽ വ്യക്തിപരമായി നമ്മൾ ഭയങ്കരമായിട്ട് സഹായിക്കുകയും ചെയ്യും.
വ്യക്തിപരമായിട്ട് ഭയങ്കര എനിക്ക് അങ്ങനെ അടുപ്പം കാണിക്കും. തോന്നിയിട്ടില്ല കേട്ടോ. ശരിക്കും വ്യക്തിപരമായിട്ടുള്ള അറ്റാക്കുകളാണ് അതൊരു തരം കൂടുതലായിട്ടും. മത്സരബോധം കൂടിയുണ്ട്. അത് 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 കുഴപ്പമൊന്നുമല്ല. മത്സരബോധമായിട്ടും തോന്നാറില്ല. എന്ത് കാര്യത്തിനാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരിക്കും. അടിപൊളിയാണെന്നൊക്കെ പറയും. പിറ്റേ ദിവസമായിരിക്കും വന്നിട്ട് നീ അത്രയ്ക്ക് അങ്ങ് ഓവർ ആക്കണ്ട എന്നുള്ളൊരു കമന്റ് അവിടെ ഒരു പെട്ടെന്നാണ് മാറുന്നത്. പുള്ളി ഞാൻ ഇന്നലെയാണ് ഭാനു കൊള്ളാമെന്ന് പറഞ്ഞു പോയിട്ടിരിക്കുകയാണ് ഞാൻ. ഭാനു കൊള്ളാം ഇന്നലെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ. അവൾ എവിടെയോട്ട് ഉന്നെന്ന് ആർക്കറിയാം. പറയുമ്പോ എല്ലാം പറയണമല്ലോ. മലയാളികൾ പൊതുവെ പാരയാണെന്ന് പറയാറുണ്ട്. പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു മലയാളിക്ക് മറ്റൊരു മലയാളി പാരയാണെന്ന് പൊതുവെ പറയാറുണ്ട്. അത് ഞാൻ പറഞ്ഞത് കരിയറിലാണ്. കരിയറിലാണ്. അതൊരു മത്സരബോധമായിട്ട് അത് കണ്ടാൽ മതി. എല്ലാ വിഭാഗത്തിലും ലോകത്തെല്ലായിടത്തും മലയാളീസിന് പ്രതിഭാസമാണ് മാത്രമാണോ? കരിയറിൽ അല്ലെ മത്സരബുദ്ധി ഉണ്ടാവുക, അല്ലെങ്കിൽ ടീം മാനേജർ ആവാൻ ആഗ്രഹിക്കുന്ന ലോകത്ത് എല്ലായിടത്തും ഒരുപോലെ കാണാൻ പറ്റുന്ന മീമാണ്. ഇൻസ്റ്റാഗ്രാമിൽ കയറിയ ലോകത്ത് എല്ലായിടത്തും ആ മീം കാണാം. മലയാളിയുടെ മാത്രം പ്രശ്നമാണ്. ഇപ്പം നോക്കൂ, കേരളത്തിൽ നിന്ന് ഉള്ള പ്രവാസത്തിന്റെ കഥ എടുത്ത് നോക്കുക. ആദ്യം ഒരു കയറിപ്പോയ മനുഷ്യന്മാരാണല്ലോ ബാക്കി മുഴുവൻ പേരെ കൊണ്ടുപോയത്. ഒരു കുടുംബത്തിന് എത്രയോ പേരെ കൊണ്ടുപോയി എവിടെ നിന്നെല്ലാം പോയ ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ള കേരളത്തിന്റെ ഒരു കൾച്ചറും ചരിത്രവും എടുത്താൽ മലയാളികൾ പരസ്പരം സഹായിച്ചിട്ടുള്ളവരല്ലേ. അത് ശരിയാട്ടോ. പ്രവാസി മലയാളികളെ പോലെ വേറെ ആൾക്കാർ ചെയ്യുമോന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ എത്ര ചക്ക, മാങ്ങ, ചേമ്പ്, ചേന എന്തൊക്കെയാ പെട്ടിക്കകത്ത് കൊടുത്തുവിടുന്നത്. ആ മലയാളി ജനറേഷന്റെ കാലം കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ ഏർലി മൈഗ്രേറ്റേഴ്സ് ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ സ്വന്തമായിട്ട് സാന്റാമോണിക്ക് എവിടെ പോകും ആൾക്കാർ. പാഴ്സലിന്റെ ആവശ്യമില്ല. എല്ലാ സാധനവും ഫ്രോസൺ കിട്ടും. ലോകത്തെല്ലായിടത്തും കിട്ടും. എന്നാലും ഒരു ഫ്രോസൺ ചക്ക വരെ കിട്ടുമല്ലോ. ചക്കപ്പഴം വരെ കിട്ടും. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന മലയാളിയുടെ സിവിക് സെൻസ് അല്ലേ. കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിനെതിരെ ഇറക്കുന്ന വീഡിയോസും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിലെനിക്ക് മലയാളിയെ കുറിച്ച് ഭയങ്കര അഭിമാനബോധം പോസിറ്റീവ് അഭിപ്രായമാണ്. ലോകത്ത് എവിടെ പോയാലും ആ നാട്ടുകാരനായിട്ട് മാറണം എന്ന് വിചാരിക്കുന്ന ആദ്യത്തെ ആൾ മലയാളിയായിരിക്കും. തീർച്ചയായും. അവിടെ പോയാൽ നമ്മുടെ ഈ പള്ളിപ്പെരുന്നാളും നമ്മുടെ തിരുവിഴയും എല്ലാം അവിടെ കൊണ്ട് നടക്കണം എന്ന് മലയാളികൾ പൊതുവെ വിചാരിക്കുന്നില്ല. അങ്ങനെ അല്ലാത്തവരുണ്ട്. ഉള്ളവരുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിയാൽ സിമ്പിളായി നോക്കിയാൽ മതി. അങ്ങനത്തെ സംഭവങ്ങളുടെ റീല് വരുമ്പോൾ അതിന് താഴെ പോയിട്ട് ഇവന്മാർ എന്ത് വൃത്തിയായി കാണിക്കും ചോദിക്കുന്ന കൂടുതൽ മലയാളികളാണ്. നമ്മൾ അവിടെ പോയാൽ സായിപ്പാവണ്ടേ എന്ന വിചാരം മലയാളിക്കുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ, നമ്മൾ അവിടെ നിന്ന് അവിടുത്തെ കൾച്ചറിന്റെ ഭാവമുണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ UK താമസിക്കും. അവർ പറഞ്ഞ അവിടുത്തെ ഒരു കൾച്ചറും അവിടുത്തെ ഒരു സൈലൻസും ഒക്കെ ഉണ്ട്. നമ്മൾ അതിന്റെ കൂടെ ആവണം. സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കുന്നത് മലയാളിയുടെ ഒരു ബോധം തന്നെയാണ്. പക്ഷേ പല സ്റ്റേറ്റിലും വന്ന ആൾക്കാര് യുകെയിലും കാനഡയിലും ഒക്കെ പോയിട്ട് വൈറലാവാൻ വേണ്ടി അതിലെ കൂടെ കയ്യിൽ കൊടുത്ത് നടക്കുന്ന ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഫോർ ഫൺ. മലയാളി ഒരു ഫണ്ട് അത് ലൈക്ക് കിട്ടാനും അല്ലെങ്കിൽ വ്യൂ കിട്ടാനും. അല്ല, ഈ സിവിക് സെൻസിന്റെ നമുക്ക് അങ്ങനെയുണ്ട്. നമ്മൾ കൂടുതലായിട്ട് നിയമങ്ങൾ അനുസരിക്കുന്നതാണ്. ആംബുലൻസ് വരുമ്പോൾ നമ്മൾ വഴിമാറി കൊടുക്കാറുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിൽ അതൊക്കെ അങ്ങനെ കുറെ ബോധമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ട്രാഫിക് റൂൾസ് ഒക്കെ വീഡിയോ പണ്ട് വൈറലായിട്ടുണ്ട്. അടി കൂടിക്കൊണ്ടിരുന്നപ്പോ ആംബുലൻസ് വരുമ്പോൾ വഴിമാറി കൊടുത്തത് അടി എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മുടെ ഒരു ഗൾഫിൽ നിന്നൊക്കെ പോയിട്ട് അവിടെ ജീവിച്ച ആളുകളുടെ ഒരു ബോധമാണ്. മലയാളിയുടെ കൾച്ചറിനെ സ്വാധീനിച്ചുള്ള ഈ ഡയസ്പോറ, ഈ പറയുന്ന പ്രവാസം ഭയങ്കരമായിട്ട് സ്വാധീനിച്ചത് സത്യമാണ്. പക്ഷെ മലയാളി അല്ലാതെ തന്നെ മോഡേൺ ആയത് ഈ ഡയസ്പോറ കൊണ്ടല്ല. നമുക്ക് അല്ലാതെ തന്നെ ഒരു നവോത്ഥാന ചരിത്രം ഉണ്ടല്ലോ. ഒരുമിച്ച് നിൽക്കുക, സാമൂഹിക നവോത്ഥാനത്തിൽ പങ്കാളിയാവുക, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അത് മുമ്പേ ഉണ്ട്. ജാതി കുഴപ്പമാണെന്ന് ആദ്യം മനസ്സിലാക്കിയ സൊസൈറ്റി മലയാളിയാണല്ലോ ഇന്ത്യയിൽ. വേറെ ആരും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അതെ, നമുക്കിപ്പോഴും ഉള്ളിൽ ഈ സംഗതിയൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ കൂടെ ഈ പ്രവാസം കൂടി വന്നപ്പോൾ ഉണ്ടായെന്ന് വെച്ചാൽ ഒരു വശത്ത് മോഡേണിറ്റി, പിന്നെ കുറെ കാലം നമ്മൾ പോസ്റ്റ് മോഡേൺ ആയിരുന്നു. ഈ പറയുന്ന അധികാരത്തോടൊക്കെ ഒരു തരം സ്കെപ്റ്റിസിസം പുലർത്തുക, എല്ലാത്തിനെയും വിമർശിക്കുക, അങ്ങനെ ഒരു ടെൻഡൻസിയാണ്. ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു മെറ്റാ മോഡേൺ എന്നൊക്കെ പറയാവുന്ന ഒരു അവസ്ഥയാണ്. ഒരേ സമയം നമ്മൾ മോഡേൺ ആണ്, അധികാരത്തെയും അധികാര കേന്ദ്രങ്ങളെയും സംശയത്തോടെ നോക്കുമ്പോൾ പോലും നമ്മൾ അധികാരത്തെ ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും. ഇപ്പോൾ ഭരണകൂടത്തിന് ഇപ്പോൾ ഈ മുണ്ടക്കൈ പുനരധിവാസത്തിന് എടുക്കുക, ഒരു ഇന്ത്യയിൽ തന്നെ ഒരു വലിയ എക്സാമ്പിൾ അല്ലേ അത്. വളരെ പെട്ടെന്ന് എത്ര നാളെ ഈ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് നടന്നത്. വളരെ പെട്ടെന്നാണല്ലോ അപ്പോൾ റീഹാബിലിറ്റേഷൻ സാധ്യമാകുന്നത്. അത് എങ്ങനെയാണ്? അപ്പോൾ ഒരേ സമയം ഭരണകൂടത്തെ വിമർശിച്ചു, സർക്കാർ വിരുദ്ധരായ ആളുകൾ പോലും ഇങ്ങനെയുള്ള ഉദ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നു, അതിനോട് സഹകരിക്കുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ മൊത്തത്തിലുള്ള കോൺട്രിബ്യൂഷൻ്റെ ഭാഗമാകുന്നു. അത് ശരിയാണ്. നമുക്ക് കേന്ദ്ര സർക്കാർ പോലും വലിയ വൈരാഗ്യബുദ്ധിയോടെ നമ്മൾ മാറ്റിയെടുത്തിപ്പം അതൊക്കെ കേരളത്തിന് പറ്റുന്ന ഒന്നാണ്. കാര്യം മലയാളികളുടെ ഒരു സാമൂഹ്യ ജാഗ്രത, പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഗതികളുടെ അവിടെയാണ് രാഷ്ട്രീയം കളിക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് വെല്ലുവിളിയാണ്. തമിഴ്നാട്ടിൽ നിങ്ങളൊരു ലീഡർ ആവുന്ന പോലെയല്ല കേരളത്തിലാവുകയെന്ന് വെച്ചാൽ. കേരളത്തിൽ നിങ്ങൾ നിരന്തരമായ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡ് ആണ്. നിങ്ങളങ്ങനെ വലിയ നേതാവൊന്നും ആകേണ്ടെന്ന മൂഡിലാണ് നമ്മളെല്ലാവരെയും കാണുന്നത്. അവിടെ രാഷ്ട്രീയം കളിക്കുക, അവിടെ നേതാവുക, അവിടെ MLA ആവുക, മുഖ്യമന്ത്രി ആവുക ടാസ്ക്കാണ്. സോ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ബെറ്ററായി പെർഫോം ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലാതെ ഷോ കാണിക്കാനൊന്നും പറ്റില്ല. ആ പെർഫോമൻസിൻ്റെ ഒരു സംഗതിയുണ്ടല്ലോ ഏറ്റവും മികച്ചത്. നമുക്ക് കിട്ടുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മലയാളിയുടെ പ്രോഡക്റ്റ് ആണല്ലോ പിണറായി വിജയൻ. മലയാളിയുടെ പ്രോഡക്റ്റ് ആണല്ലോ അല്ലെങ്കിൽ സർക്കാർ എന്ന് പറയുന്നത്. സോ
അതൊരു മലയാളിയുടെ ക്വാളിറ്റിയുടെ ഒരു ഉപോൽപ്പന്നമാണ്. അതാ, അത് ഓരോ ജനതയ്ക്കും സർക്കാർ. അർഹിക്കുന്ന ഭരണാധികാരികളെ കിട്ടുമെന്ന് പറയാറുണ്ടല്ലോ. ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അമേരിക്കയ്ക്ക് അർഹിക്കുന്ന ഭരണാധികാരി കിട്ടി. അതുപോലെയല്ലേ ഓരോ അല്ല, ജനവിഭാഗത്തിനും. കേരളത്തിലെ ഓരോ സർക്കാരും മികച്ച ഡെലിവറിയാണ് അവരുടെ പെർഫോമൻസിന്റെ ഒരു ഇൻഡെക്സ് ആയിട്ട് നോക്കുക. Yes. ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്, അല്ലാതെ ഞങ്ങൾ ഇത്ര രാഷ്ട്രീയം പ്രസംഗിച്ചു അങ്ങനെയല്ല. ഇപ്പോൾ UDF ആണെങ്കിലും LDF ആണെങ്കിലും പിണറായി ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും ഞങ്ങൾ ഇത് ചെയ്തു എന്ന് ജനങ്ങളോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മലയാളികൾ പൊതുവെ ആഗ്രഹിക്കുന്ന ഒരു എല്ലാത്തിലും ക്വാളിറ്റി വേണം, എല്ലാ ഉൽപ്പന്നങ്ങളും ക്വാളിറ്റി വേണം എന്നുള്ള മലയാളിയുടെ ഒരു ആഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ഭരണകൂടത്തെ അങ്ങനെ തന്നെ നന്നാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർ നമ്മൾ പലപ്പോഴും അവിടെ പോയി അവിടുത്തെ ആൾക്കാരെ കാണുള്ളൂ. 10-30 വർഷം 40 വർഷമായിട്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. തിരിച്ചു വരാൻ ആഗ്രഹമില്ലാത്തവരാണ്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ക്വാളിറ്റി ലൈഫാണ്. മലയാളി എപ്പോഴും ആഗ്രഹിക്കുന്നത് നല്ല ക്വാളിറ്റി എന്തിനു വേണം, നല്ല ഫുഡ് ക്വാളിറ്റി ഉള്ളത് വേണം, നല്ല ഡ്രസ്സ് വേണം, നല്ല റോഡ് വേണം, നല്ല സർക്കാർ സംവിധാനം വേണം. അതിലാണ് അവർ. അതുകൊണ്ട് തിരിച്ചു വന്നിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെയും ഈ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങി നടക്കണ്ടേ, പറ്റില്ല. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴും നമ്മുടെ നാട്, വീട്, പഴയ റേഷൻ കട എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഉണ്ട്. നമ്മൾ എപ്പോഴും ഒരു നൊസ്റ്റാൾജി ആയിട്ട് കൊണ്ടു നടക്കുന്ന സാധനങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ആ ഒരു സത്യം പറഞ്ഞ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് മലയാളി ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ജനിച്ചു വീഴുന്ന ഒരുത്തൻ പോലും ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കാത്തത്. മലയാളി ഒരു മെറ്റാമോഡേൺ ആണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതൊരു ഓസിലേറ്റിംഗ് ആണ്. ഒരു വശത്ത് ആധുനികനാവാൻ ശ്രമിക്കുന്നു, മറുവശത്ത് അവന്റെ റൂട്ടിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് മലയാളിയുടെ ജീവിതം. മലയാളി എപ്പോഴും നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നു പറയുന്നത്. ഇവിടെ അവസരങ്ങൾ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തരത്തിലുള്ള ഒരു ലക്ഷറി, ആ ക്വാളിറ്റി, അത് അവൻ്റെ തലമുറകളിൽ പകർന്നു കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വിദേശത്ത് പോയി നിങ്ങൾ ജീവിക്കുന്നത്, അവിടെ എന്ത് ചെറിയ ജോലി എടുത്തിട്ടാണെങ്കിലും അവനത് അവിടെ തന്നെ നിൽക്കുന്നത്, കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ല ഒരു ലൈഫിൽ നിൽക്കുമ്പോൾ ജസ്റ്റ് ഒരു രസത്തിന് തോന്നുന്ന ഒരു സാധനമാണ് നൊസ്റ്റാൾജിയ. വല്ലപ്പോഴും വെക്കേഷന് പോകാൻ പറ്റിയ സ്ഥലം. അതാണ്. അതായത് 40 വർഷം മുമ്പുള്ള ആ പഴയ കാലത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നൊക്കെ വലിയ പോസ്റ്റ് ഇടും. 40 വർഷം മുമ്പുള്ള പഴയ കാലത്തേക്ക് മടങ്ങിപ്പോയി, ജോലിയില്ല, കൂലിയില്ല, വീട്ടിൽ കഞ്ഞി വെക്കാൻ പറ്റില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ഇരുട്ടത്ത് ഒരു സൗകര്യം ഇല്ലാത്ത, മൊബൈൽ ഫോണും എല്ലാ ദിവസവും ഓണസദ്യ കഴിക്കുന്നത് ആലോചിച്ചു. അതെ, 2 മണിക്കൂർ 40 കൊല്ലം മുമ്പുള്ള സ്ഥലത്ത് നിൽക്കാൻ പറ്റുമോ? കിട്ടുന്ന ഒരു സാധനമാണ്. എന്താണ് അതിങ്ങനെ ആലോചിക്കുമ്പോൾ കിട്ടുന്ന ഡോപ്പമിൻ ഹൈ എന്നൊരു പറയുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റുമോ? നമ്മൾ റോഡില്ലാത്ത, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത, എല്ലാവർക്കും ഫുഡില്ലാത്ത, എന്താ തൊഴിൽരഹിതരായിട്ടുള്ള ഒരുപാട് കുട്ടികൾ, അങ്ങനെ ഒരു സമ്പന്നമായി വളരാത്തൊരു കാലത്തേക്ക് ആരും തിരിച്ചു പോകണ്ട. വെറുതെ ഇങ്ങനെ ഇരുന്ന് എല്ലാ സുഖസുഷുപ്തിയിലും ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോ ഒരു നിരകളാടും അവിടെ വരെയൊക്കെ ഓക്കെ. കേരളപ്പിറവിക്ക് പാട്ട് പാടാൻ അത് കൊള്ളാം. അത്രേ ഉള്ളൂ. അത് അതിങ്ങനെ കൊണ്ടു നടക്കുന്നു മലയാളി. ഏതായാലും നമ്മുടെ ഫെസ്റ്റിവലൊക്കെ ഭയങ്കരമായിട്ട് കൊണ്ടാടുന്ന കുറെ ആളുകളുണ്ടല്ലോ പുറത്തൊക്കെ. അതൊക്കെ എപ്പോഴും എനിക്ക് തോന്നുന്നു മലയാളീനെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഘടകമാണ് അല്ലേ? എല്ലാ ഫെസ്റ്റിവലും, ഓണം പോലെയുള്ള ഫെസ്റ്റിവലൊക്കെ അതൊക്കെ എപ്പോഴും മലയാളികൾ ഇങ്ങനെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? ഇതൊക്കെ ഈ എല്ലാ കാലത്തും തലമുറ കഴിയുമ്പോൾ ഓണം പോലുള്ള ലോകത്തെല്ലായിടത്തും ഓണം ആഘോഷിക്കുന്ന മലയാളി എന്ന് പറയുന്ന പ്രതിഭാസം കഴിയും. ഓണവും പെരുന്നാളും എല്ലാം ആളുകൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കൊണ്ടുപോയിക്കാണല്ലോ. അവിടെ ഈ പറഞ്ഞ സാധനങ്ങളുണ്ട്. അതാണ് മലയാളിയുടെ പ്രശ്നമല്ല, പ്രത്യേകത. അതായത് അത് വിടുന്നില്ല. ഒരേ സമയം ആധുനികനാവുന്നു, മോഡേൺ വേൾഡിൽ ജീവിക്കുന്നു, മറുവശത്ത് ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. അതാണ് എൻ്റെ ഒരു രസം. അപ്പോൾ നമ്മൾ തലമുറയുടെ ഒരു വികാരം പകർന്നു പോകുന്നുണ്ട്. എവിടെയാണെങ്കിലും ഒന്ന് പൂക്കളം ഇടാനും സദ്യ കഴിക്കാനൊക്കെ ആളുകൾ സമയം കണ്ടെത്തുന്നുള്ളത് എനിക്കൊന്ന് അവർക്കൊരു പ്രൗഡ് മലയാളി ആയതുകൊണ്ടായിരിക്കാം. മലയാളിയുടെ വേറൊരു പ്രശ്നം, ഈ ഒരേ സമയം ഈ ആധുനിക ലോകത്തേക്ക് എക്സ്പോഷർ കിട്ടുന്നു, ഒന്നാം ലോകത്ത് ജോലി ചെയ്യുന്നു, അപ്പോഴും മതാത്മകത കൂടി വരുന്നുണ്ടെന്നൊരു സംശയമുണ്ട്. അതായത് മുമ്പത്തേക്കാൾ ഒരു 60കളിലേക്ക് 70കളിലേക്കാൾ കൂടുതൽ മതാത്മകത കൂടി വരുന്നുണ്ട് എല്ലാ കമ്മ്യൂണിറ്റികളിലും തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ സംസ്കാരം, ആ ഒരു ഐഡന്റിറ്റി കാണിക്കുക, അങ്ങനെയല്ലേ? എനിക്കത് കുറഞ്ഞു എന്നാ തോന്നുന്നത്. പക്ഷെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കാനുള്ള ആൾക്കാർക്ക് അതുണ്ട്. ഞങ്ങളുടെ മതത്തിനകത്തെ ഉപവിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒരു പ്രൈഡ് എന്ന് പറയുന്ന സംഗതി, അതിന്റെ സെലിബ്രേഷൻ, അതൊക്കെ ഇപ്പോൾ വലിയ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ കൂടുതൽ മറ്റേ ജാതി നോക്കാതെ കല്യാണം കഴിക്കുക, അങ്ങനത്തെ ആൾക്കാരൊക്കെ കുറച്ചുകൂടി കൂടുതലുള്ള കാലമല്ലേ? അവരൊരു മതത്തിന്റെ ഇതിൽ അങ്ങനെ ഒരു അതിർക്കിട്ട് ഭേദിച്ചു തുടങ്ങുന്ന ഒരു കാലമാണെന്ന് എനിക്ക് തോന്നുന്നു. വികാരം ഭയങ്കര കൂടുതലല്ലേ? പറഞ്ഞ മുണ്ടക്കൈയുടെ വിഷയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ അതിൻ്റെ തലക്കെട്ട് നോക്കുകയാണെങ്കിൽ നമ്മളൊരു നാടുണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ ആ ഒരു ഒത്തൊരുമ എപ്പോഴും മലയാളികൾക്കിടയിൽ ഉണ്ട് അല്ലേ? ഉണ്ട്. അതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്. എന്തൊരു ഡൗട്ട് പോലെ. അല്ല, അത് ശരിയാണ്. മലയാളിക്ക് ഞാൻ പറഞ്ഞ അതൊരു ഒരു സാമൂഹ്യ ജാഗ്രത കൂടിയാണ് എന്ന് പറയുന്ന സംഗതി. നമുക്കൊരു പ്രശ്നം വന്നിരിക്കുന്നു, നമ്മളത് പരിഹരിക്കേണ്ടതുണ്ട്, നമ്മളാണത് പരിഹരിക്കേണ്ടത്, നമ്മളെ ആരും സഹായിക്കാനില്ല, നമ്മൾ തന്നെ ചെയ്യണം. അതൊരു ജാഗ്രതയാണ്. അതാണ്, അതൊരു അവയർനെസ് ആണ്. നമുക്ക് ഒരു സംഗതി വന്നിരിക്കുന്നു, നമ്മൾ അതിവൈകാരിയൊന്നും അടിപ്പെടുന്നില്ല, ചാടി ഇറങ്ങി അടുത്ത പണിക്ക് ഇറങ്ങണമെന്ന് കരുതാൻ തക്കവണ്ണമുള്ള സാധനം നമ്മളിലുണ്ട്. അങ്ങനെയൊക്കെ ഒരു സംഭവം വരുന്നത് ഈ ബോളിവുഡിൽ നിന്ന് പുതിയൊരു പടം ഇറങ്ങുമ്പോഴാണ്.
അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ്. Podcast. ഈ ബോളിവുഡ് പോഡ്കാസ്റ്റുകൾ അതിലൊക്കെ മലയാളികളെ പോർട്രേ ചെയ്യുന്നൊരു രീതിയുണ്ട്. കേരള സാർ 100% ലിറ്റററി സാർ. അവരെന്താണോ കേരളത്തെ പറ്റി കുറെ ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് അല്ല, ഇങ്ങനെയാണ് മലയാളികൾ എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ട്. പരമസുന്ദരി. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ സെറ്റുമുണ്ട്, രാവിലെ തെങ്ങി കയറി തേങ്ങയിട്ട് കരിക്ക് കുടിക്കുന്ന ഒരു സ്ത്രീ. പിന്നെ മലയാളികൾ എന്ന് പറയുമ്പോൾ കള്ള്. സത്യം പറയട്ടെ, നോർത്ത് ഈസ്റ്റിന് മലയാളികളോട് ഒരു കുശുമ്പ് കലർന്ന ആരാധനയാണ്. അതാണ് ഈ വൈറലാവാൻ വേണ്ടിയാണെന്ന് എനിക്ക് വയറിലാവാനല്ല, അത് അങ്ങനെയുള്ള അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. മലയാളിയുടെ ഒരു തരം കുശുമ്പ് കലർന്ന ആരാധനയാണ്. അത് ആ കുശുമ്പ് അവർ ഇറക്കി പ്രകടിപ്പിക്കുകയും ചെയ്യും. അതിന് കാരണം എന്താണ്? ലിറ്ററസി. നമ്മളെല്ലാത്തിലും ടോപ്പാണ്. അതുകൊണ്ട് നമ്മളെല്ലാ സൂചികളിലും ടോപ്പിൽ നിൽക്കുകയാണ്. ആരെങ്കിലും ഒരാൾ കേരളത്തെ പറ്റി നല്ലത് പറഞ്ഞോ പിന്നെ അതിനടിയിൽ 100 ആൾക്കാർ വരും. അങ്ങനെയല്ല, കേരളം അങ്ങനെയല്ല എന്ന് വാദിക്കാൻ, അത് അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ ഭയങ്കര മടിയാ. കുശുമ്പാണ്, ആരാധനയൊന്നും ഉണ്ടെന്ന് തോന്നില്ല, വലിയ കുശുമ്പാ. പരമസുന്ദരി സിനിമ, അതില് ഒരു പാട്ട്, ആ പാട്ടൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് ഒന്നു ചൊറ്റേനെ, മോഹൻലാൽ. ഇതാണ് മലയാളം എന്ന് പറയുമ്പോൾ മോഹൻലാല് സെറ്റ് സാരി, ഇലയിട്ട് സദ്യ കഴിക്കുക, ഇതൊക്കെയാണ് ഒരു മൂഡ് പിടിക്കുന്നത്. പിന്നെ ഈ പോഡ്കാസ്റ്റുകളിലാണെങ്കിലും നമ്മുടെ ആക്സെന്റിനെ അവർ ഭയങ്കരമായിട്ട് ട്രോള് ചെയ്ത് കണ്ടിട്ടുണ്ട്. അത് നമ്മൾ കോമഡിക്ക് ഗോമഡി എന്നാണ് പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു. കൊച്ചിയിൽ ജോലി ചെയ്തിട്ടുള്ള 1-2 ഉത്തരേന്ത്യൻ സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അവർ പറയുന്നത് വെച്ചാൽ അവരുടെ ചെറുപ്പത്തിലാണ്, അവർ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കൊച്ചിയിൽ ഇറങ്ങിയിട്ട് വായിൽ നോക്കാൻ പറ്റില്ല. അതെന്താ? അതായത് ഉത്തരേന്ത്യയിലൊരു ഒരു പെൺകുട്ടി നടന്നു പോയി കഴിഞ്ഞാൽ അവളുടെ സോഷ്യൽ സ്റ്റാറ്റസ്, അവളുടെ എഡ്യൂക്കേഷനൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. കൊച്ചിയിൽ അത് മനസ്സിലാവില്ല. ചിലപ്പോൾ നമ്മൾ പോയിട്ട് കമന്റ് അടിക്കാൻ പോകുന്ന ചിലപ്പോൾ അല്ല മജിസ്ട്രേറ്റ് ഒക്കെ ആയിരിക്കും. എല്ലാവരും ഒരേ. അത് കറക്റ്റ്. അല്ല, ഈ ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അത് മലയാളി വല്ലാണ്ട് ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട് നോർത്തിലൊക്കെ. അവർ ഭയങ്കര നല്ല ഭംഗിയുള്ള ആക്സെന്റ് ഉള്ള ആൾക്കാരൊന്നും അല്ല, പക്ഷേ മലയാളിയുടെ മലയാളിത്തം കലർന്ന ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യപ്പെടുന്നത് കേട്ടിട്ട്. മലയാളിയുടെ നിർബന്ധ ബുദ്ധി ഭയങ്കരമാണ്. ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, അത് വലിയൊരു സംഗതിയാണെന്ന് വിചാരിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി മലയാളികളായിരിക്കും അല്ലേ? ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലേ, തീർന്നു. ആ ലിറ്ററസി സാർ എന്ന് പറയുന്നതിൽ തന്നെ അതുണ്ട്. കുശുമ്പാണ്. പക്ഷെ മലയാളിക്ക് ആ ഒരു ഇപ്പൊ എനിക്കൊന്ന് പുതിയ ജനറേഷൻ അത് നല്ല ഈസി ആയിട്ട് ഭംഗിയായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ കുറച്ചൊരു 90s ഉള്ള ആളുകൾക്ക് മലയാളം ഇംഗ്ലീഷ് പറയുമ്പോൾ ആ മലയാളം സ്നേഹത്തിന്റെ കാര്യത്തിൽ ഭാഷ ഒരു വലിയ വികാരമാണല്ലോ. ഇപ്പൊ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഭാഷയുടെ പേരിലുള്ള ഭയങ്കരമായ പ്രൊട്ടസ്റ്റുകളും ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതിയെ നിർണ്ണയിക്കുന്ന ഈ ഭാഷാ സമരങ്ങൾക്ക് പങ്കുണ്ട്. മലയാളികൾക്ക് ഭാഷയോട് അങ്ങനെ വലിയൊരു പ്രതിപത്തിയില്ല. ഞങ്ങളുടെ ഭാഷ അല്ല, പക്ഷെ ശ്രേഷ്ഠ ഭാഷ. മലയാളിക്ക് അങ്ങനെയുള്ള ഈ തമിഴന്മാരെ പോലെ മലയാളിക്ക് അങ്ങനെ ഒരു വികാരമേ ഇല്ല. അതായത് കുറെ കൂടി ഇന്ത്യനൈസ് ചെയ്യപ്പെട്ട ഒരു സൗത്ത് ഇന്ത്യൻ സൊസൈറ്റിയാണ് മലയാളികൾ. നമ്മളിവിടെ ഹിന്ദി പഠിക്കണ്ടല്ലോ, തമിഴന്മാരെ പോലെയല്ല, നമ്മൾ ഹിന്ദി പഠിക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ ജിയോഗ്രഫി തന്നെ നമ്മളെ ഒരു കൾച്ചറിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഈ തമിഴ്നാടിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ സഖ്യപർവ്വതമാണ്, ഈ പശ്ചിമഘട്ടമാണ്. നമ്മൾ ഇന്ത്യയിൽ ഒറ്റപ്പെട്ടെടുക്കുന്ന ഒരു ചെറിയ ഭൂഭാഗമാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളാരും സഹായിക്കാനില്ല എന്നൊരു തോന്നല്. മറ്റൊന്ന് കടൽ വഴിയുള്ള നമ്മുടെ എക്സ്പോഷർ. ശരിക്കും ഒരേ സമയം നമ്മൾ കടൽ വഴി ലോകത്തോടും ബന്ധപ്പെട്ടു, ഈ പശ്ചിമഘട്ടം കടന്ന് നമ്മൾ ഇന്ത്യൻ വൽക്കരിക്കപ്പെടുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. ശരിയാണ്. അതിനിടയ്ക്ക് കിടക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള സവിശേഷത നമുക്കുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇംഗ്ലീഷിൻ്റെ കാര്യമേ. അതായത് ഒരു മലയാളി ഒരു സ്ഥലത്ത് പോയി പ്രസംഗിക്കുമ്പോൾ അയാൾക്ക് ഇംഗ്ലീഷ് തെറ്റിപ്പോയാൽ ഏറ്റവും വലിയ അപമാനമായിട്ട് കാണുന്ന ഒരു സൊസൈറ്റി മലയാളികളായിരിക്കും. അയ്യോ, തമിഴന്മാർക്കോ അല്ലെങ്കിൽ ആന്ധ്രക്കാർക്കോ ഒന്നും ആ പ്രശ്നമില്ല. അതായത് അയ്യോ നമ്മുടെ തെറ്റിപ്പോയല്ലോ, പാർട്ടിസിപ്പിൾ തന്നെ ഉപയോഗിക്കണം. ഗ്രാമർ തെറ്റിയല്ലോ, സിമ്പിൾ പ്രസന്റിലൊന്നും സംസാരിക്കണം. പഠിച്ചത് അങ്ങനെയല്ലേ, നമ്മൾ ഗ്രാമർ വെച്ചിട്ട്. തമിഴിലാണ് കനിമൊഴി പോയിട്ട് തമിഴിൽ കനിമൊഴി പോയിട്ട് പ്രസംഗിക്കുന്നു പാർലമെന്റിൽ. തമിഴന്മാർക്ക് വലിയ വികാരമാണ്. കാരണം നമ്മളും കൊള്ളാമെന്നൊക്കെ തോന്നും. റഹീം മലയാളത്തിൽ പോയി പ്രസംഗിച്ച് നോക്കി, ഇവനെ ഇതിനാണോ വിട്ടതെന്ന് ചോദിച്ച് കളിയൊക്കെ തോന്നും. അതാണ് മലയാളിക്ക് ചില മീറ്ററുണ്ട്. ആ മീറ്ററിൽ എത്തിയിട്ടില്ലെങ്കിൽ ഒരു വിജയിച്ചതായിട്ട് മലയാളി സമ്മതിക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, വേഗം ഇതിന് പുറത്ത് കടന്ന് വേറെന്തോ ആയി തീരാനുള്ള വ്യഗ്രത മലയാളിക്കുണ്ട്. ഇതൊക്കെ നമ്മളൊക്കെ എവിടെയോ കുഴപ്പത്തിലാണ് നിൽക്കുന്നത്, നമുക്കൊന്നും നന്നാവാനുണ്ട്, നമ്മൾ എവിടെയൊക്കെ എത്തിപ്പെടാനുണ്ടെന്ന് വിചാരിച്ചാൽ എപ്പോഴും ജീവിക്കാന്നായിരിക്കും. നമ്മൾ താരതമ്യം ചെയ്യുന്ന യൂറോപ്പായിട്ട് അമേരിക്കയായിട്ടാണ് അതിന്റെ ഒരു പ്രശ്നം. പക്ഷേ ഇതിനുള്ളിലും അത് തന്നെയല്ലേ ഈ ഒരു ആക്സെന്റ് ഷെയ്മിങ് എന്ന് പറയുന്ന കാര്യം നമുക്കിടയിൽ തന്നെ ഉണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജില്ലകൾ തമ്മിൽ ഏറ്റവും നല്ല മലയാളം പറയുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ അതില് ട്രോള് കിട്ടപ്പെടുന്നതും അല്ലെങ്കിൽ ഈ തമാശയ്ക്ക് വിധേയരാക്കപ്പെടുന്നതും അങ്ങേയറ്റം ഇങ്ങേയറ്റം കിടക്കുന്ന 2 ജില്ലകളാണ്, തിരുവനന്തപുരം കാസർഗോഡ്. ഇച്ചാക്കേനും ഇഷ്ടമല്ലേ
ആശംസിക്ക നോക്കും. അല്ല കാസർഗോഡ് ഇത്രയൊന്നും മനസ്സിലാവുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നില്ല അവരുടെ ഭാഷ. തിരുവനന്തപുരം അതുപോലെ കാസർഗോഡ് ജില്ലയിൽ മൊത്തം ഈ ഭാഷയല്ല പറയുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്തും അല്ല. അല്ല എല്ലായിടത്തും അതൊരു ഒരുപോലെ ചെറിയ ഭാഷ ഒരു സ്ഥലങ്ങളിലുള്ളതാണ്. പക്ഷെ എനിക്കത് അല്ലല്ലേ കേൾക്കാൻ നല്ല പക്ഷെ രസമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നല്ല മലയാളം പറയുന്നത് ഏത് ജില്ലക്കാരാണ്, അല്ലെങ്കിൽ ഞങ്ങളാണ് നല്ല മലയാളം പറയുന്നത് എന്നുള്ളൊരു വഴക്ക് ഒരു അടിയിലേക്കൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് ഉം. അച്ചടി ഭാഷ സംസാരിക്കുന്ന ജില്ലയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. ഇല്ല, അങ്ങനെ ഒരു ജില്ലയില്ല. ഓണാട്ടുകരക്കാര് നല്ല ഓണാട്ടുകരക്കാര് നല്ല മലയാളമാണ് അത് നമ്മൾ ഈ പറയുന്നത്. മലയാളം സിനിമ കണ്ടി വള്ളുവനാടൻ ഭാഷയാണ് അതല്ലേ? അതാണോ ശരിയായ മലയാളം? ഓണാട്ടുകര വേറെയാണ്, ആലപ്പുഴ ഇവിടെ ഒരു നാടാണ്. കായംകുളം ഭാഗത്തുള്ളവർ പ്രത്യേകിച്ച്. ശരി. പത്മരാജന്റെ ഒക്കെ അത് ബാനുവിന്റെ ആണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല. അല്ല അത് ഞാൻ ഇവിടെ വന്നിട്ട് പോയതാ. എനിക്ക് ഇവിടെ വന്നിട്ട് ആക്സെന്റ് ഒക്കെ സ്ലിപ്പായി പോകുന്നുണ്ട്. നമ്മള് സാധാരണ മിണ്ടാതിരിക്കുന്നൊക്കെ പറയുന്നത് ഇവിടെ വന്നിട്ട് ചേലക്കലമായി എന്നൊക്കെ നമുക്ക് കിട്ടിപ്പോകും. ഇതൊക്കെ സ്വാഭാവികമാണത്. ചിലക്കാണ്ട് പോകും. ചിലക്കാണ്ട് പോകുന്നൊക്കെ അടിച്ച് ചള്ള പൊളി. അടിച്ചു പൊട്ടിക്കുന്നതൊക്കെ കോഴിക്കോട് വന്നിട്ട് കിട്ടുന്നതാണ് അതൊക്കെ. അടിച്ച് ചെള്ള വിളിക്കുന്നില്ല, ചെള്ളയാൻ പൊളിച്ചാളും. പൊളിച്ചാളും ഷാജാൻ അതൊക്കെ എന്താണ് ഇങ്ങനെ ഇതൊന്ന് പോയിക്കാ ഇങ്ങനൊക്കെ ഈ സംഭവമൊക്കെ ഇവിടെ വന്നിട്ട് സ്വാഭാവികമായിട്ട് ഒരു നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉള്ള പിള്ളേരുണ്ട് തൊയ്ര്യം എന്നൊക്കെ അവർ പറയാം. സ്വൈര്യം തരാമെന്നൊക്കെ ഉള്ള വാക്കിനെ കുറെ. പക്ഷെ രസമല്ലേ കേൾക്കാൻ? ഭയങ്കര രസം. മലബാറിലെ ഭാഷ കേൾക്കാൻ ഭയങ്കര രസമാണ്. കോഴിക്കോട്ടേക്ക് വന്നാൽ കോഴിക്കോട് തന്നെ പലതരത്തിലുള്ള ഭാഷ സംസാരിക്കും. നമ്മളിവിടെ കേൾക്കുന്ന നല്ല കുറ്റ്യാടിയിലൊക്കെ ആൾക്കാർ വടകര വേറെയാണ്. വടകര പോയ വേറെ, നാദാപുരത്തേക്ക് പോയ ഞാളെന്ന് അവർ പറയും. അത് നമ്മൾ തേമാവൻ കൊമ്പത്തിനകത്ത് മറ്റേ ശ്രീനിവാസന്റെ കഥാപാത്രം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മലപ്പുറം കണ്ണൂരും വെച്ച് നോക്കുമ്പോ ഈ ഇജ്ജിന് തന്നെ എന്തോ വ്യത്യാസമില്ല ഇവിടെ. ഇയ്യുണ്ട്, ഇജ്ജുണ്ട്, ഇജ്ജുണ്ട്, ഇച്ചുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. കുറെ ഉണ്ട് അതിന്റെ പല പല വേരിയേഷൻസ്. പിന്നെ സ്ലാങ് വിട്ടു. ഇനി എന്താണ്? അല്ല സ്ലാങ്ങിന്റെ അല്ല, ഈ മലയാളിക്ക് ഈ കൊഹേഷൻ ഉണ്ടല്ലോ, ഒരുമിച്ച് നിൽക്കണം എന്നുള്ള തോന്നല്. ഇപ്പൊ ഈ ഇത്രയും ഡിഫറൻസ് ഉണ്ടാക്കി തന്നെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മലയാളികൾ പുറത്തു പോകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഗൾഫിലോ യൂറോപ്പിലോ പോകുന്ന ആൾക്കാർ അവർ ജീവിക്കുന്ന പരിസരത്ത് തന്നെ പലതരം മനുഷ്യരായിട്ടാണുള്ളത് ഒരുമിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു ടോളറൻസ് ഉണ്ടാവും. മറ്റൊരു കൾച്ചർ, മറ്റൊരു ഭക്ഷണ രീതി, അതിനോട് അവരങ്ങനെ അഡാപ്റ്റ് ആവും. അപ്പോൾ ഇവിടെ വരുമ്പോൾ അത്ര കൂടി പ്രശ്നമല്ല. ഒരേ ഭാഷ സംസാരിക്കുന്ന ഏറെക്കുറെ ഒരേ കൾച്ചറൽ ആളുകളാണ്. അപ്പോൾ ഇവിടെ കുറേ കൂടി ഐക്യം വരുന്നതിൻ്റെ ഒരു കാരണം കൂടി പ്രവാസമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രവാസത്തിൽ അവിടെയും ഈ മലയാളികൾ ഒരുമിച്ചിരിക്കുന്ന സ്പോട്ടുകളെ കുറിച്ചുള്ള സ്റ്റോറീസ് കണ്ടിട്ടുണ്ടല്ലോ. ഈ പല രാജ്യങ്ങളിലും പണ്ട് ഈ പറഞ്ഞ മൊബൈൽ ഫോണും അതുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ കുറച്ചുകൂടി വീക്കായിരുന്ന സമയത്തും എല്ലാ ആഴ്ചയിലെ അവസാനവും ഒരുമിച്ച് എല്ലാ മലയാളികളും കൂടുന്ന ഭയങ്കര മഹാസാഗരം പോലെ കൂടുന്ന സ്ഥലങ്ങളിൽ റോള എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. പിന്നെ സൗദിയിൽ ഷറഫിയ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ റിയാദിലെ ബത്ത. മലയാളി വേറെ ഒരു മലയാളി കമ്മ്യൂണിറ്റി വേറെ സ്ഥലത്ത് പോയി ഉണ്ടാക്കുകയാണ് ഒരു മലയാളി സമൂഹം. അതൊരു പ്രത്യേക കഴിവല്ലേ? കരാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇതുപോലെ കിട്ടുന്ന പോലെ ഉപ്പിലിട്ടതും കുലുക്കി സർബത്തും ഒക്കെ വിൽക്കുന്ന കുറെ കടകൾ ഉണ്ടാവും. കരാമ കുറച്ചുകൂടെ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്ന ഒരു മാർക്കറ്റ് ഏരിയ ആണ്. അവിടെ പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ആൾക്കാർക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ കമന്റ് വരില്ല താഴെ. ഇങ്ങനെ എങ്ങനെയാണ് മലയാളം എപ്പോഴും ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോയാലും ഒരു കുറെ ആളുകൾ ഒരു ലീഡർഷിപ്പ് എടുത്തിട്ട് ഒരു യൂണിയൻ ഉണ്ടാക്കുന്നു? അത് അവരുടെ ഒരു ബ്ലഡിലുള്ളതാണോ? എവിടെ പോയാലും മലയാളി അസോസിയേഷൻ, മലയാളി അസോസിയേഷനിൽ തന്നെ 2 എണ്ണം. ക്രിക്കറ്റ് ക്ലബ്ബ് വിഭജിച്ച് പിളർന്നിട്ട് 2 ക്ലബ്ബ് ആവുക. അസോസിയേഷൻ, മലയാളി അസോസിയേഷൻ പിളരുക. ഈ പിളർച്ച ഭയങ്കര രസമാണ്. അതെ അത് കുറേ വിഭാഗങ്ങളൊക്കെ ആയിട്ട് മാറും. പിന്നെ അതിനകത്ത് ജോയിൻ ചെയ്യുന്നവർ അത് നല്ല രസമുള്ള സംഗതി. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണ് അത് നമ്മുടെ കൾച്ചറായിട്ട് അതെങ്ങനെ ലിങ്ക് ആവുന്നത്? ഉണ്ടായിരുന്നു. ഞാൻ ഒമാനില് മസ്കറ്റില് അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ 2 എണ്ണം മെയിനായിട്ട്. ഒരെണ്ണം എൻ്റെ വീടിനടുത്തായതുകൊണ്ട് ഞാൻ അവിടെ പോകുമായിരുന്നു. പക്ഷേ വേറെ ഉണ്ട്, പ്രോമിനൻ്റ് ആയിട്ട് വേറെ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ പല പിളർപ്പിലൊന്നും ഉണ്ടായതാണെന്നാണ് തോന്നുന്നത്. പക്ഷേ രസമായിരുന്നു. എങ്ങനെയാണ് മലയാളി പുറത്ത് പോയിട്ട് അവരുടെ ആളുകളെ കണ്ടെത്തി യുണൈറ്റ് ചെയ്യുക. നല്ല സംഗതിയാണ്. കാരണം നമുക്ക് ഓഗസ്റ്റിലാണ് നിങ്ങളുടെ സെലിബ്രേഷൻ, കുറേ വർഷങ്ങളുണ്ടാവും. കുറേ വർഷമല്ല, അടുത്ത ഓണം വരെ ഇതിങ്ങനെ നല്ല രസമുള്ള സംഗതിയാണ്. എന്തായാലും അതൊക്കെ മലയാളി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര പവർഫുൾ ആയിട്ട് തോന്നും. നമ്മളൊരു ഒറ്റയ്ക്കാണെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് കൂടെ എന്നൊക്കെ ഒരു തോന്നുന്നു. അസോസിയേഷൻ പ്രസിഡന്റ് ആവാനുള്ള വടംവലി. അസോസിയേഷൻ സ്വന്തം പ്രൊഫൈലിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ എന്ന് എഴുതി വെക്കുന്ന ആളുകളാണ് മലയാളികൾ. ഇന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ. അതൊരു അലങ്കാരമായും ഒരു പദവിയുമായും അതൊരു സന്തോഷമായി ഏറ്റെടുക്കുന്നവരാണ്. അത് മലയാളികളുടെ മാത്രം സ്വഭാവമാണ്. ഒന്നാലോചിച്ചു. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഗുണം അയാൾക്കില്ല. അയാൾ ടൈം സ്പെൻഡ് ചെയ്യണം. ഒരു തരത്തിലുള്ള വരുമാനം അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എങ്കിലും ആളുകൾ ഒരുമിച്ച് നിർത്തുന്ന ഒരാൾ എന്നുള്ളത് ഒരു പദവിയായിട്ട് സ്വയം കാണുന്ന മലയാളി. എനിക്ക് പലപ്പോഴും മലയാളികളുടെ സ്വഭാവത്തിൽ അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യമാണ്. എന്നെക്കൊണ്ട് സാധിക്കില്ല. അതൊന്നും എന്നെക്കൊണ്ട് ഒരു 10 പേരെ നിയന്ത്രിച്ചുകൊണ്ട് നടക്കാനും സാധിക്കില്ല. ഇത് ചെയ്യുന്നത് സന്തോഷത്തോടെയും അതൊരു അഭിമാനത്തോടെയും ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ മലയാളികളെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ രീതി എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര സിമ്പിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു
മലയാളം എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് അല്ല. അതായത് ഭയങ്കര കഷ്ടപ്പെട്ട് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ മലയാളം പറഞ്ഞ് വൈറലായ കുറേ ആളുകളെ കാണാം. പക്ഷെ ശരിക്കും നമുക്ക് മലയാളം നമുക്ക് പല രീതിയിൽ പറയാം. അത് നമ്മൾ എങ്ങനെയാണ് മലയാളം പറയാം? ഭയങ്കര സിമ്പിളായിട്ട് പറയത്തില്ലേ? അത് കുറേ ആൾക്കാർ ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ട് നിനക്ക് അവനെ അറിയാവോ? ആ ഇതെന്താ? ആ ഈ ആയുടെ പല പല ഒരു വേരിയേഷൻ നമുക്ക് ഓയ്ക്കുമുണ്ട് ആ വേരിയേഷൻ. ഓ മതി മതി. അപ്പൊ അങ്ങനെ സിമ്പിൾ സാധനം അത് അങ്ങനത്തെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്. അതേപോലെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടോ പുറത്തുനിന്ന് ആളുകൾ, എനിക്കൊന്ന് മലയാളികൾ ഒരുപാട് ഇങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, ഈ പുറത്തുള്ള വിദേശികളായ ആളുകൾ മലയാളം പറയാൻ ശ്രമിക്കുകയും മലയാളത്തിന്റെ റീല് ചെയ്യുകയും അവർക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറെ ആളുകൾ അത് മലയാളി കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത. ഞാൻ മലയാളി. അതെനിക്ക് തോന്നുന്നു അവരതൊരു ബിസിനസ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. അവർക്ക് മലയാളത്തോട് ഭയങ്കര ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ മലയാളി കമ്മ്യൂണിറ്റി അവിടെ ഒരു കൂട്ടം ഒരു നെറ്റിസൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് ഫോളോവേഴ്സിന് കിട്ടും. അതൊരു ഗ്ലോബൽ അജണ്ടയാണ്. അപ്പൊ നമ്മൾ കണ്ടില്ലേ ഈ റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? റിയാക്ഷൻ വീഡിയോ മലയാളം വെറുതെ ഇരുന്നിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാം. എന്തുകൊണ്ടാ? കാരണം ഇതിന്റെയൊക്കെ അടിപിട്ട് മലയാളി കമന്റ് ചെയ്യും, അവർക്ക് റീച്ച് കൊടുക്കും. ഒരു ടിക്ടോക്കിലോ മറ്റോ അല്ലേ ഒരു നൈജീരിയൻ കക്ഷി പഴയ ഒരു ട്രൈബൽ വേഷമൊക്കെ ധരിച്ച് മലയാളം പാട്ട് സൂപ്പറാ കേരളത്തിൽ വന്നിരുന്നു. യെസ്. അപ്പൊ അയാളെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മലയാളം കണ്ടന്റ് ആണ്. മലയാളം പാട്ടുകൾ ഡത്മഷിയാണ്. നമ്മൾ കാണാതായ ഉണ്ണിമോൻ എന്താ ഉണ്ണിക്കുട്ടെന്നോ അങ്ങനെ എന്താ പറയാ, കേരളത്തിൽ നിന്ന് കാണാതായി പോയി. മലയാളികൾ മുഴുവൻ പോയി ഇങ്ങനെ ഓരോ ഇതിനും അതിന് റീച്ച് കൊടുത്തോണ്ടിരിക്കും. പുള്ളിക്കാരുടെ സാധനം മനസ്സിലായി. അതെ. ഇപ്പൊ പുള്ളി സകല മലയാളം പാട്ടും പാടുകയാണ്. ഒരു സ്പെയിൻ 2-3 കപ്പിൾസ് ഒക്കെ ഉണ്ട് മലയാളം ഫുൾ മലയാളം ഇതൊക്കെ ചെയ്യുന്നത്. അവർക്കൊക്കെ നല്ല റീച്ചാണ്. അവരൊക്കെ നല്ല പ്രോത്സാഹിപ്പിച്ചു വിടും. അതുകൊണ്ട് അവർ ഡെയിലി കണ്ടന്റ് ഒക്കെ ആയിട്ട് വരും. അത് ഈ ശ്രീകാന്ത് വെട്ടിയാർ പറയുന്നുണ്ടല്ലോ, പണ്ട് ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇവിടെ വന്ന് കൊള്ളയടിച്ചിട്ട് പോയി, ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു, റിയാക്ഷൻ വീഡിയോ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊള്ളയടിക്കുന്നു. ഓക്കെ. അപ്പോൾ മലയാളികൾ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടന്റ് കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ പൊതുവേ ഈ മലയാളികൾക്ക് ഇഷ്ടമില്ലാത്തൊരു കണ്ടന്റ് വരികയാണെങ്കിൽ അവരുടെ റിയാക്ഷൻ ഭയങ്കര മോശമായിരിക്കും അല്ലേ? എന്തെങ്കിലും ഒരു സംഭവമാണെങ്കിൽ അതിനെ വല്ലാതെ ആക്രമിക്കുന്ന ഒരു ഡീസൻസിയുടെ എല്ലാ പരിധിയും ലംഘിക്കുന്ന പെരുമാറ്റം മലയാളിയിൽ നിന്ന് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോഴും അതൊരു മയത്തിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. നീ എന്തേലും കാണിക്കടാ, എനിക്ക് നെറ്റ് ഫ്രീ ആണെന്ന് ചില കമന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ആവശ്യമില്ലാത്ത ഫേസ്ബുക്ക് ഭയങ്കര പ്രശ്നമാണ്. ബാക്കിയെല്ലാം അത്ര കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ട്വിറ്ററോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും അത്ര പ്രശ്നമല്ല. ഫേസ്ബുക്ക് കുഴപ്പമാണോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഭാനു വേണമെങ്കിൽ 2 കളി സംസാരിക്കും. വേണ്ട, എനിക്കൊന്നും സംസാരിക്കാനില്ല അതിനെപ്പറ്റി. പക്ഷെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇപ്പൊ ഏകദേശം ഒരേ ലെവലിൽ പോകുന്നുണ്ട്. ഫേസ്ബുക്കിൽ കുറച്ച് കുറിപ്പാണെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ആയിട്ട് വരുന്നേ ഉള്ളൂ. ഞാൻ കമന്റ്സിന്റെ കാര്യം പറയുന്നത്. കമന്റ്സ് ഏകദേശം എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. മലയാളികൾ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുമ്പോഴേ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലേ മറ്റേ AI ഇമേജിന്റെ ആശുപത്രിയിൽ ഒറ്റയ്ക്കാണ് കൂട്ടിരിക്കാൻ വരാമെന്നുള്ള വീഡിയോയുടെ താഴെ പോയിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഏത് ആശുപത്രിയെ വേഗം ലൊക്കേഷൻ പറയൂ, ഞാൻ ഫ്രീ ആണെന്ന് പറയുന്നത് മലയാളികളാണ്. മലയാളി ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. പ്രത്യേക ഏജ് ഗ്രൂപ്പില്ല. ഹംസക്കോയ 53 വയസ്സ് അല്ലെ, മുരളീധരൻ നായർ 63 വയസ്സ്, ഇവരൊക്കെയാണ് ഉണ്ടാവുക. കൊച്ചുമക്കളുടെ കൂടിയിരിക്കുന്ന ഫോട്ടോ ആയിരിക്കും. അത് പറഞ്ഞു കൊടുക്കാൻ ചില മലയാളികൾ ഒരു ഏടാ പൊട്ടാ നീ പറയില്ലത്. അപ്പൊ അതിന് താഴെ വേറെ ഒരുത്തൻ അത് നീ എനിക്ക് അറിയാം റീച്ച് കൂട്ടാൻ, പിന്നെ നീ എന്തിനീ കമന്റ് ഇട്ടു ആ ഇത്. അതുകൊണ്ട് മലയാളികള് സോഷ്യൽ മീഡിയയിൽ മലയാളികൾ ഭയങ്കരമായിട്ട് പുരോഗമനം കൈവരിച്ചതാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ ഡേർട്ടി കമന്റുകൾ ഇടുക, പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഭയങ്കരമായി ഹേറ്റ് കമന്റ്സ് ഇടുക, പിന്നെ തെറ്റിദ്ധാരണ വരുത്തുക, നുണ പറയുക, ഈ പറഞ്ഞ എല്ലാ കുഴപ്പവും മലയാളികളുടെ കയ്യിലുണ്ട്. അതിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു നല്ല ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതിനെല്ലാം ഡ്രൈവ് ചെയ്യാനോ അതിനെ തിരുത്താനോ അല്ലെങ്കിൽ ഒരു നല്ല ഇന്റൻഷനായിട്ട് അവിടെ നിൽക്കുന്നവരുള്ളതുകൊണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ മറിയാതെ നിൽക്കണം. മറ്റേ പരിശ്രമം നടക്കുന്നുണ്ട്. മൊത്തം ഇതിനെ പൊല്യൂട്ട് ചെയ്യാനുള്ള വലിയ പണി മലയാളികളുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് അതിനകത്ത്. പക്ഷെ ഒരു കേരളത്തിന്റെ ഒരു എന്താ അതിന്റെ കോറിന്റെ ഭാഗമായ കുറച്ച് മനുഷ്യന്മാരത്തുള്ളതാണ് അത് പൊളിയാതെ നിൽക്കുന്നത്. മലയാളിയുടെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഒരു നല്ല കാര്യം കണ്ട് അഭിനന്ദിക്കാൻ ഭയങ്കര പ്രശ്നമാണ്. അതേസമയം എവിടെയാണ് കൂടെ നിന്ന് അഭിനന്ദിക്കുക പോസിറ്റീവ് പറയുന്നത് അറിയാം, ഒരു ദൈന്യതയുള്ളൊരു മുഖം, ആ കുട്ടിതാ ചായ വിറ്റ് നടന്ന് IAS നേടി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായ അവിടെ വന്ന് കൺഗ്രാജുലേഷൻ ജോലി. അതേസമയം അങ്ങനെയൊന്നും അല്ലാതെ തന്നെ ഒരാൾ ഒരു നല്ല ഡ്രസ്സ് ഇട്ട് വന്നാൽ ഇത് കൊള്ളാം എന്ന് പറയാൻ ഒരു മടിയുണ്ട്. അപ്രീഷിയേഷൻ ഭയങ്കര പ്രശ്നമാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയണമെന്ന് വെച്ചാൽ ഈ നല്ല ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ അപ്രീസിയേഷൻ കിട്ടണമെന്ന് നിർബന്ധമാണ്. ഒന്ന് കൊടുക്കുന്നതിൽ ഒരു ഞാൻ ഒരു നല്ല ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഇത് കണ്ടിട്ട് ജിൽസി കൊള്ളാലോ എന്ന് പറയും.
എന്ന് ഞാൻ വിചാരിച്ചു തന്നെ ഇടുന്നത്. By the way, ഇത് കൊള്ളാൻ അങ്ങനെ കേട്ടോ വിചാ- താങ്ക് യു നന്നായിരിക്കുന്നു. താങ്ക് യു. എന്ന് എന്നെ പറഞ്ഞു. ഇത് കൊള്ളില്ല. എന്തായാലും വന്നല്ലേ അതിന് പറഞ്ഞു. ആത്മാർത്ഥത സംശയിക്കപ്പെടും മനു. 10 മിനിറ്റ് ബ്രേക്ക് എടുക്കട്ടെ. അല്ല, സത്യമാണത്. കാരണം ചെറിയ കാര്യങ്ങളായിരിക്കും. ഒരാൾക്ക് ചെറിയൊരു സന്തോഷം നിങ്ങൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് കൊടുത്തേക്കണോ? എന്താ ഇത്ര പിശുക്ക് കാണിക്കുന്നത്? എന്നാലും ഇതുപോലെ ഇത്ര നല്ല ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലേ നിങ്ങൾ അടിപൊളിയാണെന്ന്. അപ്പൊ ആരെങ്കിലും ചോദിച്ചു അയ്യാ ജിംസെ എന്തൊരു ഷർട്ടാ ഇത്, നിങ്ങളുടെ മൂഡ് അവിടെ പോയില്ലേ? അങ്ങനെ ഒരാളുടെ അഭിപ്രായത്തിന് ആശ്രയിച്ചിരിക്കുമോ നിങ്ങളുടെ മൂഡ്? അങ്ങനെയല്ല, അതങ്ങനെയല്ല. ഭാനു കിട്ടാതെ കിട്ടാതെ സ്വയം പരിവപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ, മനസ്സിലായില്ലേ? ഭാനുവിന്റെ ജീവിതം വളരെ കഷ്ടമാണെന്ന് എനിക്ക് ഞാൻ തോന്നുന്നു. ലളിതമായി പറഞ്ഞുതരാം. ഈ നമ്മുടെ സോഷ്യൽ കോഹേഷൻ്റെ ഒരു ഭാഗമാണ് അപ്രീഷിയേഷൻ. ഇപ്പം നമ്മുടെ ഒരു ഓഫീസിൽ ഒരാൾ നല്ല അതിരസമായിട്ട് ഡ്രസ്സ് ഇട്ട് വരുവാണ്, നമ്മൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു സാമൂഹിക ബന്ധമുണ്ടല്ലോ, അത് ഇല്ലാതായി പോകും. അപ്പൊ നിങ്ങൾ ഒരു എഫേർട്ട് എടുക്കണം, ഇത് കൊള്ളാവോന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം മനസ്സിലായി. എന്തിനാണ് അപ്രീഷിയേഷൻ? ഒരാൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ, നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, തെറ്റ് കാണിക്കുമ്പോൾ തിരുത്തുക. അതുപോലെ തന്നെയാണ് സോഷ്യൽ കോഹേഷൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ കൊള്ളാം എന്ന് പറയുന്നത്. I ഇത് support. പറയാൻ മടിയാണ്, പിശുക്കാണ് മലയാളികൾക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിശുക്ക, മലയാളികൾക്ക് നല്ല പിശുക്ക, നല്ല പക്ഷെ അങ്ങനെ കാര്യങ്ങൾ നോക്കിയാൽ പൂർണ്ണമായും പറയാൻ പറ്റില്ല. ഇപ്പൊ AI വെച്ചിട്ട് ഈ മോൻ ഉണ്ടാക്കിയ ദിനോസറിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കൊള്ളാം മോനെ, അത് മനോഹരമായിരിക്കും. കുട്ടിയായതുകൊണ്ടാണ്. അത് കുട്ടിയായതുകൊണ്ടാണ്, അതല്ല വിഷയം. നിഷാദ് ഒരു ദിനോസറിനെ ഉണ്ടാക്കിയതുകൊണ്ട് ഒരുത്തം മൈൻഡ് ചെയ്യില്ല, മാത്രമല്ല പട്ടികൊക്കെ മലയാളിക്ക് ഒരു കേർട്ടസി കൊടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര പ്രയാസം. മലയാളിയുടെ വാക്കിൽ എത്രത്തോളം ക്ഷമിക്കണം, മലയാളം വാക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ക്ഷമിക്കണം, നന്ദി, ഇത് എത്രത്തോളം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ പണ്ട് മുതലേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും അതന്നെ ഉപയോഗിക്കും. ഇപ്പൊ സോറിയും താങ്ക്സ് ഒക്കെ വന്നപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ കുറച്ചെങ്കിലും. പെറ്റിയും ചെയ്യുമ്പോൾ എത്രത്തോളം ആ നന്ദിയും ക്ഷമയും ഒക്കെ നമ്മുടെ മലയാള ലാംഗ്വേജിൽ വരാറുണ്ട്. നമുക്കങ്ങനെ നന്ദി ഞാൻ പറയണേ, ഉപയോഗിക്കാറുണ്ട് ഡെയിലി. പക്ഷേ നന്ദി ഈ എന്നൊക്കെ ബുള്ളറ്റ് പറയാറുണ്ടോ? പൂർണ്ണമാകുന്നു, നന്ദി. ഓ സീരിയസ്ലി ഞാൻ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതാണ്. ഇല്ലാതെയാണോ നന്ദി പറയാറ്? അത് മീനിങ്ലെസ് ആണ്, പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. താങ്ക്ലെസ് ജോബ്. അത് ഞാൻ ഉപയോഗിക്കുന്നു. ഞാൻ പ്രേക്ഷകരെ അത്രയും വില മതിക്കുന്നതാണ്. ഞാൻ ക്ഷമിക്കണം, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് തെറ്റുന്നതുകൊണ്ട്. കണ്ടോ, അതോട്ട് അല്ല, ക്ഷമിക്കണം. താങ്ക്സ് ഞാനിപ്പോൾ കൂടുതലായിട്ട് താങ്ക്സ് പറയാൻ പരിശീലിച്ചിട്ടുണ്ട്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, ഇപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ടു വരുന്നെന്ന് തോന്നുന്നുണ്ട്. കേൾക്കുമ്പോഴേ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോകണല്ലോ, ആ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സംഗതി എടുത്തു തരുന്ന ഒരാൾ, അല്ലെങ്കിൽ ക്യാഷ് ചെയ്തിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ സഹായിക്കുന്ന ഒരാൾ, അയാൾക്ക് നമ്മൾ താങ്ക്സ് പറഞ്ഞാൽ അയാൾക്ക് ആ ദിവസം കിട്ടുന്ന ചിലപ്പോൾ ആകെ കിട്ടിയ ഒരു നല്ല സംഗതി അതായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. പിന്നെ ചില ആകെ ജ്വല്ലറി പടം ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു, ഏറ്റവും മോശം സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നു, ബോസിന്റെ ചീത്ത കേൾക്കുന്നു. അപ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നന്നായി പെരുമാറി അയാൾക്ക് കിട്ടുന്ന ഒരു, പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം, അയാൾക്ക് എന്ത് കിട്ടും. അത് തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു ജ്വല്ലറിയിലോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ ഡോർ തുറക്കാൻ ഒരാളുണ്ടാവും. നമ്മളിങ്ങനെ ഞെളിഞ്ഞങ്ങ് നടന്നു പോകുന്നതിന് പകരം താങ്ക് യു എന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും. പറയണം. ജിൽസി വ്യക്തിപരമായിട്ട് ആ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടെ അങ്ങനെ ആൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിലും നന്ദി ഞാൻ പറയുന്നതിലും ശ്രദ്ധിക്കാറുണ്ട്. കാര്യം മറ്റൊരാൾക്കൊരു ചില ചെറിയ സമയത്ത് കുറച്ച് സന്തോഷം. ഓവർ ആണോ എന്ന് പോലും നമുക്ക് തോന്നും. ഞാൻ ജിൽസിയോട് പലതവണ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് വാർഡ് കൗൺസിലറായിട്ട് മത്സരിച്ചുകൂടെയെന്ന്. അതുപോലെ എല്ലാവരും അറ്റൻഡ് ചെയ്യും. അജിംസ് എന്തുണ്ട് വിശേഷം ചോദിക്കും. അപ്പൊ അജിംസ് ജിൽസി മറുപടി പറയാൻ ഓങ്ങുമ്പോഴത്തേന് ഇപ്പുറത്ത് വന്നത് നിഷാദൊക്കെ എന്തുണ്ട് വിശേഷം, മറ്റേ മറുപടിക്ക് വെയിറ്റ് ചെയ്യുന്നില്ലേ. ഒരു ആത്മാർത്ഥയില്ല, പറഞ്ഞു പോവാണ്, പക്ഷെ എല്ലാവരും അറ്റൻഡ് ചെയ്യും. ഇതിലെ graphics ല് ഷാരോട് തന്നെ ജിൽസിയുടെ ബിഹേവിയർ ആണ് എനിക്ക് തോന്നുന്നത്. ഈ യൂറോപ്യൻസ് പരസ്പരം കാണുമ്പോൾ സ്ത്രീകൾ പ്രത്യേകിച്ചും ഓവർ അതാണോ എന്ന് പോലും തോന്നിപ്പോ. ഗൾഫിൽ പോയ അങ്ങനല്ലേ, നമ്മളെ ഒരു പരിചയമുള്ള ആൾക്കാർ കണ്ടാൽ അറബികളെ കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് പറയും. നമ്മളോർക്കും ഭയങ്കരമായ പരിചയം കൊണ്ട് നമ്മൾ വാലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് അടുത്ത് സംസാരിക്കാൻ ചെല്ലും, അവൻ പിന്നെ മൈൻഡ് ചെയ്യത്തോലും. വെറുതെ അയ്യോ. അല്ല, പൊതുവെ അത് ആളുകൾക്ക് ഒരു ചെറിയ സന്തോഷം കൊടുക്കെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാരോടും സ്നേഹം മാത്രം. സ്നേഹം മാത്രം. ആ നിലയ്ക്ക് ജിൽസിക്ക് പറ്റിയ ജോലിയാണ്. ഞാൻ നേരത്തെ വാർഡ് കൗൺസിലർ. വാർഡ് കൗൺസിലർ ആവുക, മത്സരിക്കുക. ആരുടെയും വെറുപ്പില്ലാതെ എല്ലാവരുടെയും പിന്തുണ നേടിയെടുക്കുക. സീറോ ഹേറ്റ്. ഈ മലയാളി എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ കാണുന്ന ഈ ഫീൽഡില് അത് ബിൽഡ് ചെയ്യുന്നതിലും അത് നിലനിർത്തുന്നതിലും ഈ എന്താ പ്രവാസി മലയാളികൾക്ക് ഭയങ്കര പങ്കുണ്ട്. അവരാണല്ലോ മലയാളി ഫീൽ എപ്പോഴും കൊണ്ടു നടക്കുകയും ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുന്നത്, എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അവരാണ്. സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞാൽ ഒരു വിർച്വൽ അങ്ങാടിയാണ്, നമ്മളെല്ലാവരെയും ഒരു സ്ഥലത്ത് നിർത്തുന്നത്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഏതോ തുരുത്തിലിരിക്കുകയും നമ്മുടെ മാത്രം അങ്ങാടിയിൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാരെ മാറിപ്പോലും നമ്മളെ ഒരൊറ്റ അങ്ങാടിയിലേക്ക് കൊണ്ടുവരികയും അവിടെ ഏറ്റവും കവലയിലെ പ്രധാനികളായിട്ട് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന, ഇപ്പം മിക്കവാറും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സൈബർ പോരാളികളൊക്കെ എടുക്കുക, അതൊക്കെ ഗൾഫിലുള്ള ആൾക്കാരായിരിക്കും. മലയാളി മൂടുണ്ടല്ലോ, അതിന്റെ ആംബിയൻസും അതിന്റെ ഒരു ചൂടും. അതെ അതെ, നമ്മള് നാട്ടിലിരിക്കുന്ന എന്തെങ്കിലും കാര്യം നമ്മളെക്കാൾ മുന്നേ അറിയുന്നത് അവരായിരിക്കും. സത്യത്തിൽ ഈ മലയാളിത്തം നിലനിർത്തുന്നതിൽ ഈ ഗൾഫാണ്. അതർവൈസ് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ അതൊക്കെ അവരുടെ ത്രൂഷ്മളമാണോ? അല്ലല്ല, അങ്ങനെയല്ല. അവരെന്ന് വെച്ചാൽ അവരുടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് നൊസ്റ്റാൾജിയ, അതിന്റെ പേരിൽ അവർ ബിൽഡ് ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് അതിനെ ഏറ്റവും എന്താ വൈബ്രന്റ് ആക്കിയിട്ട് മലയാളി ഫീലിനെ നിലനിർത്തുന്ന ഒരു ഘടകം. കേരളത്തിനൊരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു പ്രശസ്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ കോൺട്രിബ്യൂഷനാണ്.
അല്ലേ? നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് അത് കേരളം, ഐ എം ഫ്രം കേരള എന്ന് പറയാൻ അത്ര ധൈര്യത്തോടെ നിന്ന് പറയണമെങ്കിൽ അത് ഈ ഗൾഫ് മലയാളികളുടെ കോൺട്രിബ്യൂഷനാണ്. നമ്മുടെ ഒരു ബാക്ക് നമ്മുടെ ഒരു അതെ, നമ്മുടെ ഒരു ബാക്ക് ബോൺ ആണ്. നമ്മളെ കേരളത്തിൻ്റെ ഒരു വൈബ്രൻസി ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം അത് ഈ മിഡിൽ ഈസ്റ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല അതിനകത്ത്. മിഡിൽ ഈസ്റ്റിനല്ല, പ്രവാസികളാണ്. അത് മിഡിൽ ഈസ്റ്റിലാണ് കൂടുതലുള്ളത്. അത് ആദ്യത്തെ ഒരു ജനറേഷൻ എന്നുള്ള രീതിയിൽ അതെ. ഇപ്പൊ യൂറോപ്പായിക്കൊണ്ടിരിക്കും. ചൈനയിൽ പോലും, ചൈനയിൽ ഇഷ്ടം പോലെ മലയാളികളുണ്ട്. ചൈനയിലെ പ്രോഡക്റ്റുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വരും, ഞങ്ങൾ സഹായിക്കാം. അപ്പൊ നിങ്ങളെവിടെ? ഞാൻ ബീജിങ്ങിലുണ്ട്, വരും എന്ന മട്ടാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഫേർണിച്ചറൊക്കെ അല്ലേ, ഒരുപാട് കൊണ്ടുവരാൻ, ഫേർണിച്ചർ കൊണ്ടുവരാൻ, അതിൻ്റെ ഒരുപാട് ടൈല് കൊണ്ടുവരാനൊക്കെ സഹായിക്കാൻ തൊട്ട് സത്യം പറഞ്ഞാൽ നല്ലതാണല്ലേ മലയാളി ഇങ്ങനെ വ്യാപിച്ച് അങ്ങനെ ഒരു ലോക മലയാളി കൾച്ചറൊക്കെ വരുന്നത് അല്ലേ? നമുക്കൊരു അഭിമാനമല്ലേ ആലോചിക്കുമ്പോൾ. മലയാളി എല്ലായിടത്തും ഉണ്ട്, പ്രൗഡ് മലയാളി. മലയാളികളെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി കേൾക്കുമ്പോൾ എന്തൊരു ആലോചിച്ചോക്കെ, ശരിക്കും ഒന്ന് ആലോചിച്ചോക്കണം. കേരളത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ലക്കിയാണ്. ഞാനൊക്കെ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ലക്കിയാണ്. നമ്മൾ കേരളത്തെക്കുറിച്ച് ആൾക്കാർ കുറ്റമൊക്കെ പറയുമല്ലോ, ഇവിടുത്തെ ഒരു പൊളിറ്റിക്സ് എന്ത് പറഞ്ഞാലും എന്നൊക്കെ പറയുമല്ലോ. ഇവിടുത്തെ പൊളിറ്റിക്സ് ആണ് നമ്മുടെ പവർ. എല്ലാവർക്കും രാഷ്ട്രീയം അറിയാം എന്നുള്ളതാണ് മലയാളിയുടെ ഏറ്റവും വലിയ പവർ, അല്ലേ? ഇപ്പം നമുക്ക് എത്രയും ഏത് കാര്യത്തിലും നമ്മളല്ലേ, യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിൽ 300 കുട്ടികൾ ശ്വാസം കിട്ടാതെ മരിച്ചു. ഇവിടെ ഒറ്റ കുട്ടി മരിക്കുമോ? മരിച്ചപ്പോൾ സർക്കാരുണ്ടോ? ഇല്ല. അതാണ് നമ്മുടെ പവർ. നമുക്ക് എല്ലാ കാര്യങ്ങളിലുള്ള അവകാശബോധം അത് തരാൻ വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ ഭയങ്കരമായിട്ടുള്ള പരിശ്രമം. ഒരു മനുഷ്യർ പ്രശ്നം ഉണ്ടായാൽ അതിനെല്ലാവരും അക്കൗണ്ടബിൾ ആവുക എന്നൊക്കെ പറഞ്ഞ കാര്യം ഗവൺമെന്റിന്റെ പരിശ്രമം ഇതാണ്. നമ്മൾ ഡിമാൻഡിങ് ആണ്, ജനങ്ങൾ ഡിമാൻഡിങ് ആണ്. ഗവൺമെന്റിനും ആ ഒരു കേരളത്തെ മാറ്റിമറിച്ച് കേരളത്തെ ഇന്നത്തെ കേരളമാക്കിയത് ഏതെങ്കിലും നവോത്ഥാന നായകരോ രാഷ്ട്രീയക്കാരോ ഒന്നുമല്ല, കേരളത്തിലെ ജനങ്ങളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മലയാളി അങ്ങേയറ്റം ലക്കിയാണ്. കാരണം ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്ന പലതരം പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതെല്ലാം കേരളം ഈസ് എ ബദൽ രാഷ്ട്രീയ ഭൂമികയാണ്. ഇന്ത്യ, ബംഗാൾ ഇന്ന് ചിന്തിക്കുന്നത് ഇന്ത്യ നാളെ ചിന്തിക്കുന്നു. ഇന്നിപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്നു കേരളം ഇന്ന് ചിന്തിക്കുന്നതാണ് ഇന്ത്യ നാളെ ചിന്തിക്കുന്നത്. കേരളം ഇന്ന് ചിന്തിക്കുന്നത് ഇന്ത്യ നാളെയെങ്കിലും ചിന്തിച്ചാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.